നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭരണം മാറുമെന്ന കോടിയേരിയുടെ പ്രസ്താവന മലർക്കൊടി കയറിന്റെ സ്വപ്നമെന്ന് രമേശ് ചെന്നിത്തല. ഭരണമാറ്റമെന്നത് LDFന്റെ വ്യാമോഹമെന്ന് മുഖ്യമന്ത്രി. ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ അധികൃതർ രംഗത്ത്. അഴുത മുതൽ പമ്പ വരെയുള്ള കാനനപാത സഞ്ചാരയോഗ്യമാക്കിയത് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 22,520 രൂപയിലെത്തി. കൈക്കരുത്തിന്റെ ലോക ചാമ്പ്യൻ പട്ടം കൈപ്പിടിയിൽ ഒതുക്കാൻ ദമ്പതിമാർ തയ്യാറെടുക്കുമ്പോൾ കൈത്താങ്ങാകേണ്ട അധികൃതർ ഇവർക്കു നേരെ മുഖം തിരിക്കുന്നു. വാർത്തകൾ വിശദമായി. UDF സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF ഭരണം ഉടൻ അവസാനിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന മലർക്കൊടി കയറിന്റെ സ്വപ്നമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ലാവ്ലിൻ കേസ് വിധി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പാർട്ടി എന്ന നിലയിൽ പിന്നീട് പറയുമെന്ന് ചെന്നിത്തല പറഞ്ഞു. ലാവ്ലിൻ വിധിയുമായി ബന്ധപ്പെട്ട് വയലാർ രവി പിണറായി വിജയനെ അനുകൂലിച്ച് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. കോടതി വിധികളെ സംബന്ധിച്ച് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാറുണ്ടെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. കേരളത്തിൽ അധികാര മാറ്റമുണ്ടാകും അല്ലെങ്കിൽ ഭരണമാറ്റമുണ്ടാകും എന്നുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം അത് വെറും സ്വപ്നമാണ്. ഒരു കാരണവശാലും കേരളത്തിൽ അതുണ്ടാകാൻ ഇങ്ങനെ അനുകൂലമായൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതായി എനിക്ക് തോന്നുന്നു. പിന്നെ കോടതിയുടെ വിധിയെ സംബന്ധിച്ച് എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പിന്നാലെ പാർട്ടി പിണറായി വിജയൻ പേരെടുത്ത് തനിക്ക് നന്ദി പറഞ്ഞതിനെപ്പറ്റി പ്രതികരിക്കാനില്ല. KPCC ഭാരവാഹികളുടെ അന്തിമ പട്ടിക ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഭരണമാറ്റമെന്നത് വ്യാമോഹമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ തുടങ്ങിയതാണ് ഭരണമാറ്റമെന്നത്. അന്നൊന്നും സംഭവിക്കാത്തത് ഇനി സംഭവിക്കില്ലെന്നും ഭരണമാറ്റമെന്നത് ചിലരുടെ വ്യാമോഹം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണമാറ്റമെന്ന പുതിയ വാർത്തയ്ക്ക് പിന്നിലെ ലാവ്ലിൻ കേസിലെ പിണറായി വിജയനെ കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള കോടതി ഉത്തരവിന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. സർക്കാരിന് കോടതികളോടുള്ള സമീപനം എല്ലായ്പ്പോഴും ഒരുപോലെയാണ്. ജുഡീഷ്യറിയെ ബഹുമാനിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരും താനും UDFും പിന്തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലാവ്ലിൻ കേസ് കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് വേറെ ചിലരോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി VSന് നേർക്കറിഞ്ഞു. എന്നോടാണോ ചോദിക്കേണ്ടത്? വേറെ ചിലരോടല്ലേ ആ ചോദ്യം ചോദിക്കേണ്ടത്? പിണറായി വിജയന്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷവും പിന്നെ എന്നോടാണോ ആ ചോദ്യം ചോദിക്കേണ്ടത്? 2011 മെയ് 18 ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അന്ന് മുതൽ ചിലരുടെ മോഹമാണ് ഈ പറഞ്ഞത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ഇനി ഒന്നും സംഭവിക്കത്തുമില്ല. ലാവ്ലിൻ കേസിന്റെ സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും ക്യാബിനറ്റ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാനത്തിന് സന്തോഷകരമായ ഒരു തീരുമാനം കൂടി ക്യാബിനറ്റ് യോഗത്തിൽ കൈക്കൊണ്ടു. കരമന കളയിക്കവിള റോഡിന് 74 കോടി രൂപ മന്ത്രിസഭ അനുവദിച്ചു. കരമന കളയിക്കവിള റോഡിന്റെ ഒന്നാം ഘട്ട അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും സ്പെഷ്യൽ സാങ്ഷനും നൽകി 74 കോടി രൂപയ്ക്ക് നൽകി. ഈ വർഷം 20 കോടി രൂപയും അനുവദിച്ചു. ക്രിമിലെയർ പരിധി 4.5 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാനും നിതാഖത്ത് നിയമത്തെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീർത്ഥാടനകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാനനപാത അധികൃതർ സഞ്ചാരയോഗ്യമാക്കി. അഴുത മുതൽ പമ്പ വരെയുള്ള 19 കിലോമീറ്റർ ദൂരമാണ് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയത്. ശബരിമല തീർത്ഥാടന കാലത്തെ ചെങ്ങന്നൂരിൽ റെയിൽവേ ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, ഡിവിഷണൽ റെയിൽവേ മാനേജർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ജില്ലയിലെ രൂക്ഷമായ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ KSRTC അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് CPI ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോ ഉദ്ഘാടനം ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ബസ് പോലും പുതുതായി അനുവദിച്ചിട്ടില്ല. അനാസ്ഥ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും CPI ജില്ലാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. ഇനി ഒരിടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി
നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. മുൻ മുഖ്യമന്ത്രിമാരുടെ പൂർണ്ണകാല എണ്ണച്ചായ ചിത്ര അനാച്ഛാദനവും യൂത്ത് പാർലമെന്റ് റിലീഫ് പെർഫോമൻസും നടന്നു. പഴയ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരൻ, പി കെ വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ, EK നായർ എന്നിവരുടെ എണ്ണച്ചായയിൽ തീർത്ത പൂർണ്ണകായ ചിത്രങ്ങളാണ് പഴയ അസംബ്ലി ഹാളിൽ അനാച്ഛാദനം ചെയ്തത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഹാളിൽ നേരത്തെ സ്ഥാപിച്ച EMSന്റെയും പട്ടൻതാളുപിള്ളയുടെയും R ശങ്കറിന്റെയും അച്യുതമേനോന്റെയും ചിത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്ന തരത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പറഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളാണെങ്കിലും ആരുടെ ചിത്രമാണെന്ന് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റേജിൽ നിന്ന് വലത്തോട്ട് നോക്കിയാൽ നല്ല വെളിച്ചമാണ്, നല്ല 4 ഫോട്ടോകൾ. പക്ഷെ ഇടത്തോട്ട് നോക്കിയാൽ പ്രഗത്ഭരായ 4 പേരെ തിരിച്ചറിയാൻ വളരെ അടുപ്പം ഉണ്ടായിട്ടും ഞങ്ങളൊക്കെ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഇത് 26 ലക്ഷം രൂപ മുടക്കി ഹോളോഗ്രാം ഇവിടെ വന്ന് ഇതുപോലൊരു ചടങ്ങ് വെച്ച് ഞങ്ങൾ അനാച്ഛാദനം ചെയ്തതാണ്. ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇപ്പൊ ഈ വെട്ടത്തിന്റെ പ്രശ്നം കൊണ്ടാ കുറെ കഴിയുമ്പോൾ അത് നേരെയാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അത് നേരെയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ 4 അങ്ങ് മാറ്റണം. മാറ്റി ഇതുപോലെ നല്ല തെളിച്ചമുള്ള 4 എണ്ണച്ചായ ചിത്രം അവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടിയല്ല ഇതെന്നും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണമായിരുന്നുവെന്നും മുഖ്യാതിഥിയായ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു. ഇതൊരു സർക്കാർ പരിപാടിയല്ല. ഈ 4 മഹാരഥന്മാരും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സ്ഥാനം വഹിച്ച വ്യക്തികളാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് ഒഴിവായി നിൽക്കാൻ പാടില്ലായിരുന്നു. നിയമസഭാ സ്പീക്കർ G കാർത്തികേയൻ, മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ്, MLA മാർ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. യൂത്ത് പാർലമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് ചടങ്ങിൽ സമ്മാനദാനവും നടന്നു. സ്വർണ്ണവിലയിൽ വർധന, പവന് 200 രൂപയാണ് ഉയർന്നത്. ഇതോടെ പവൻ വില 22,520 രൂപയായി. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 2,815 രൂപയിലെത്തി. കഴിഞ്ഞ ദിവസം പവൻ വില 22,320 രൂപയായി കുറഞ്ഞ് 2 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരുന്നു. ആ നിലയിൽ നിന്നാണ് തിരിച്ചു കയറിയത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് ആഭ്യന്തര വിപണിയിൽ വില ഉയരാൻ കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞു നിൽക്കുകയാണ്. 1 ട്രോയ് ഔൺസ് സ്വർണത്തിന് $2.50 താഴ്ന്ന് 1,315.10 കൈക്കരുത്തിന്റെ ലോക ചാമ്പ്യൻ പട്ടം കൈപ്പിടിയിലൊതുക്കാൻ ദമ്പതിമാർ തയ്യാറെടുക്കുമ്പോൾ കൈത്താങ്ങേണ്ട അധികൃതർ ഇവർക്ക് നേരെ മുഖം തിരിക്കുന്നു. പാല രാമപുരം സ്വദേശി UC ബൈജുവും ഭാര്യ സുനിത ബൈജുവും പഞ്ചഗുസ്തിയിലൂടെ ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ അധികൃതരുടെ അവഗണനയ്ക്കൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടും ഇവർക്ക് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് 7 മുതൽ 10 വരെ കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ ജ്ഞാനപ്പാന പ്രഭാഷണം നടത്തും. ആനന്ദാശ്രമം സ്വാമിജി മുക്താനന്ദ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 8 വരെയാണ് പ്രഭാഷണം. ഹോസ്ദുർഗ് ഉപജില്ല ശാസ്ത്ര IT മേള വ്യാഴാഴ്ച തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങും. രാവിലെ 9:30 E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണം മാറുമെന്ന കോടിയേരിയുടെ പ്രസ്താവന മലർക്കൊടി കയറിന്റെ സ്വപ്നമെന്ന് രമേശ് ചെന്നിത്തല. ഭരണമാറ്റമെന്നത് LDFന്റെ വ്യാമോഹമെന്ന് മുഖ്യമന്ത്രി. ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ അധികൃതർ രംഗത്ത്. അഴുത മുതൽ പമ്പ വരെയുള്ള കാനനപാത സഞ്ചാരയോഗ്യമാക്കിയത് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ.
സ്വർണ്ണവിലയിൽ വർധന, പവന് 200 രൂപ ഉയർന്ന് 22,520 രൂപയിലെത്തി. കൈക്കരുത്തിന്റെ ലോക ചാമ്പ്യൻ പട്ടം കൈപ്പിടിയിൽ ഒതുക്കാൻ ദമ്പതിമാർ തയ്യാറെടുക്കുമ്പോൾ കൈത്താങ്ങാകേണ്ട അധികൃതർ ഇവർക്കു നേരെ മുഖം തിരിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.